പാപങ്ങൾ നിങ്ങൾ പൊറുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയുന്നത്. ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ, അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിച്ചിട്ട് ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് ഇജാബത്ത് പോലും ഉണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഒന്ന്, ആരെങ്കിലും ഒരാളെന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ജീവിതത്തിൽ ഇഖ്ലാസ് കൊണ്ടുവന്നാൽ, തഖ്വ കൊണ്ടുവന്നാൽ അവന്റെ ജീവിതത്തിൽ റജബ് മാസത്തിൽ ബറക്കത്ത് അനേകം നേടിയെടുക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ അവന്റെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സഹാബാ ജീവിതത്തിൽ ബറക്കത്ത് വേണോ, സന്തോഷം വേണോ, റാഹത്ത് വേണോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, അവസാനത്തെ വിഷയമാ, അവസാനത്തെ പോയിന്റാ, ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ഏതെന്നറിയോ, ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ബറക്കത്ത് വേണോ, സന്തോഷം വേണോ, അനുഗ്രഹങ്ങൾ വേണോ, പട്ടിണിയില്ലാതെ ജീവിതം എന്റെ പ്രിയമുള്ളവരെ മുമ്പോട്ട് പോണോ? അതിനുള്ള മാർഗമേതാ? ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ, ആരെങ്കിലും ഒരാൾ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ, ഉസ്താദേ ചെറിയൊരു ചുമ വന്നതോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുമ്പോ ക്യാൻസർ ആണ് ഉസ്താദ്, ക്യാൻസർ ആണ് ഉസ്താദ് എന്ന് പറയുന്നവരോട് പറയുകയാ, ദീപമാകുന്ന രോഗങ്ങൾ വരുമ്പോ, കടക്കെണികൾ വരുമ്പോ, അസുഖങ്ങൾ വരുമ്പോ, വീടില്ലാതെ വരുമ്പോ ഒരു പള്ളിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലല്ലേ, അവിടെ നിന്ന് കൈനീട്ടല്ലേ. എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? പള്ളിയിലേക്ക് കടന്നു വരേണ്ടതാ, പടച്ചവനെ വുളൂ ചെയ്യേണ്ടതാ, എന്നിട്ടതാ മുസല്ല വിരിക്കേണ്ടതാ, അവിടെ നിന്നുകൊണ്ട് നമസ്കരിക്കേണ്ടതാ, സലാം വീട്ടിയിട്ട് ഖുർആൻ ഓതേണ്ടതാ. അതിനുശേഷമുണ്ടല്ലോ സിലാഹുൽ മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് വെറുതെയല്ല. പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണേ. അല്ലാ എനിക്ക് ചെറിയൊരു ചുമ വന്നതാണ്, അല്ലാ നീ എനിക്ക് പുറത്തു തരണേ, അല്ലാ ക്യാൻസർ ആണ്, അല്ലാ ശമനം തരണേ, അല്ലാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, നിന്റെ ദുആ സ്വീകരിക്കണോ, നിന്റെ ദുആക്ക് പടച്ച തമ്പുരാൻ ഇജാബത്ത് നൽകണോ? അതിനുള്ള മാർഗമേതാ, അതിനുള്ള വഴികളേതാ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, പ്രതീക്ഷ വെച്ചുകൊണ്ട് അല്ലാഹു സ്വീകരിക്കുമെന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ് അവന്റെ ദുആക്ക് എന്റെ പ്രിയമുള്ളവരെ ഇജാബത്ത് ഉണ്ടാകുന്നതാ. അല്ലാഹു ഉണ്ടല്ലോ കബൂലാക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, സ്നേഹനിധികളാകുന്ന വാപ്പമാരോട് പറയുകയാ, സ്നേഹനിധികളാകുന്ന ഉമ്മമാരോട് പറയുകയാ, ഒരാളുടെ മുമ്പിൽ കൈനീട്ടല്ലേ, ഒരാളുടെ മുമ്പിൽ യാചിക്കല്ലേ. വീടില്ലാത്തവരെ, മക്കളില്ലാത്തവരെ, ജോലിയില്ലാത്തവരെ, കുടുംബമില്ലാത്തവരെ, വാഹനമില്ലാത്തവരെ ഒരാളുടെ മുമ്പിൽ കൈനീട്ടല്ലേ. കൈനീട്ടേണ്ടത് ആരുടെ മുമ്പിലാ? അല്ലാ, അല്ലാ. ആരെങ്കിലും ഒരാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അവന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാൾ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് നിന്റെ കാര്യങ്ങൾ പ്രതീക്ഷയോട് നേടിയെടുക്കാൻ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദുആക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഉത്തരമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇപ്പോ നമ്മുടെ മാണിക്കോത്തിന്റെ പരിസരത്ത് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത പാവപ്പെട്ടവരുണ്ടാകും. മാണിക്കോത്തിന്റെ പരിസരത്ത്
വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടാകും, വണ്ടി ഇല്ലാത്തവരുണ്ടാകും, ഈ വാഹനവും ഈ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തവര്, ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവര് പടച്ചവനോട് ദുആ ചെയ്യും, അല്ലാഹ് റബ്ബേ എനിക്കൊരു 5 സെന്റ് ഭൂമി നീ എവിടെ തരണം, എനിക്ക് മാണിക്കോത്ത് തരണേ അല്ലാഹ്. എന്താ ദുആ ചെയ്യുന്നത്? ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവര് പടച്ചവനോട് ദുആ ചെയ്യും, അല്ലാഹ് എനിക്കൊരു 5 സെന്റ് ഭൂമിയെങ്കിലും അല്ലാഹുവേ നീ എനിക്ക് തരണേ അല്ലാഹ്. എന്തേ നിങ്ങൾ പടച്ചവനോട് 1 ഏക്കർ ചോദിക്കാതെ? ഒരു തുണ്ടു ഭൂമി പോലും ഇല്ലാത്തവര് റബ്ബിനോട് എന്തേ 1 ഏക്കർ പോലും ചോദിക്കാതെ? കാരണം എന്തേ? നമുക്ക് പ്രതീക്ഷയില്ല അള്ളാഹു തരുമെന്ന്. ഞാൻ പറയാ, നിങ്ങൾ എത്രത്തോളം ചോദിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹിനോട് ചോദിക്കണം. ഒരു മുഅ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് ദുആയാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ഒരാൾ എന്റെ പ്രിയപ്പെട്ടവരെ ആക്രമിച്ചാൽ, നമ്മളെ ഒരാൾ എന്റെ പ്രിയപ്പെട്ടവരെ പരിക്കേൽപ്പിച്ചാൽ, നമ്മളൊരാൾ എന്റെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ചാൽ, നമ്മൾ ഒരിക്കലും അവരെ തിരിച്ചടിക്കാനോ കുത്താനോ കൊല്ലാനോ ഒന്നിനും പാടില്ല. അതിരവാകുന്ന പ്രവാചകൻ പറയുന്നു, ഒരു വിശ്വാസിയുടെ ആയുധം എന്ന് പറയുന്നത് അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങള് എപ്പോഴും ദുആ ചെയ്യുമെന്ന, നബിതങ്ങള് എപ്പോഴും ദുആ ചെയ്യുമെന്ന. ഇപ്പോ നമ്മുടെ ഈ ചാരത്ത് കിടക്കുന്ന മഹാന്റെ വില നമുക്കറിയാനിട്ട അല്ലെ? ഞാൻ ആദ്യമേ പറഞ്ഞു, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ളൊരു മുല്ലയ്ക്ക് മണമുണ്ടാകൂല, പക്ഷേ പുറത്ത് ചെന്ന് ഓരോ മുല്ലപ്പൂ മണക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഗന്ധവ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ചിലപ്പോ ഈ മക്കാമിൽ കിടക്കുന്ന മഹാനെ നമ്മൾ പരിഗണിക്കൂല. പക്ഷെ നിങ്ങളോട് പറയാ, നിങ്ങൾക്ക് സങ്കടങ്ങളും യാതനകളും വേദനകളും നൊമ്പരങ്ങളും രോഗങ്ങളും പരീക്ഷണങ്ങളും കടങ്ങളും വരുമ്പോ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവർ ഈ മഹാന്റെ ചാരത്ത് വരണം. മാണിക്കോത്ത് ഈ മക്കാമിന്റെ ചാരത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം, അല്ലാഹ് പടച്ചവനെ ഇവിടെ കിടക്കുന്ന മഹാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യാൻ കഴിയണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ പറയാ, നബിതങ്ങൾ ദുആ ചെയ്തൊരു ദുആ, നബിതങ്ങള് എല്ലാ ദിവസവും എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദുആ ചെയ്തിട്ട് കിടക്കുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നു. ഏതാ? അല്ലാഹുമ്മ ബാരിക് ഫിലനാ ഫീമാ റസഖ്തനാ വഖിനാ അദാബന്നാർ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, ദുആ ചെയ്ത ദുആയാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ വഖിനാ അദാബന്നാർ. പടച്ചവനെ, നീ നൽകിയ ആഹാരങ്ങളില്, നീ നൽകിയ സൗഭാഗ്യങ്ങളില് ബറക്കത്ത് തരണേ അല്ലാഹ്. വഖിനാ അദാബന്നാർ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്, രക്ഷിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, അദാബാക്കല്ലേ അല്ലാഹ്. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ വഖിനാ അദാബന്നാർ. പടച്ചവനെ, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. നീ നൽകിയ റിസ്കിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകിയതിൽ നിന്ന് ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ് എന്നെ പ്രിയപ്പെട്ടവർ ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേദന വന്നാലും നിങ്ങൾ പടച്ചവനോട് ദുആ ചെയ്തു. ഒരിക്കല് മൂസാ നബിയുടെ ചാരത്തേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നു. മൂസാ നബിയുടെ ചാരത്തേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നു. പെൺകുട്ടി കടന്നു വന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയേ, എനിക്ക് മക്കളില്ല. എന്താ പറയണേ? എനിക്ക് മക്കളില്ല. നിങ്ങൾ അള്ളാഹുവോട് സംസാരിച്ച പ്രവാചകനാണല്ലോ, അതുകൊണ്ട് നിങ്ങളൊന്ന് അള്ളാഹുവോട് എനിക്ക് മക്കളെ ലഭിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം. അല്ലെ? മൂസാ നബി എന്ന് പറയുന്നത് അള്ളാഹുവോട് സംസാരിച്ച പ്രവാചകനാണ്. മൂസാ നബിയോട് ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങൾ അള്ളാഹുവോട് സംസാരിച്ച പ്രവാചകനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എനിക്ക് വേണ്ടി റബ്ബിനോടൊന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? മക്കളുണ്ടാകാൻ. മക്കളുണ്ടാകാൻ മൂസാ നബി യഥാ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. 2 കരങ്ങളുണ്ടല്ലോ, പടച്ചവന്റെ ഹദറത്തിലേക്ക് എന്റെ പ്രിയമുള്ളവരെ ഉയർത്തുകയാ. എന്നിട്ടതാ പറയുകയാ,
അല്ലാഹുവേ എന്റെ മുമ്പിൽ വന്ന സാധുവായ സഹോദരിക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, ദുആഇനെ സ്വീകരിക്കണേ അല്ലാ, സ്വാലിഹീങ്ങളാകുന്ന മക്കളെയുണ്ടല്ലോ കൊടുക്കണേ അല്ലാ. ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ ഒരു അശരീരി കടന്നു വരികയാ, മൂസ നബിയുടെ ചാരത്തേക്ക് ഒരു അശരീരി കടന്നു വരികയാ. ഒരു അശരീരി കടന്നു വന്നുകൊണ്ട് പറയുകയാ, മൂസ നബിയേ ദുആ ചെയ്യേണ്ട കാര്യമില്ല, ആ പെണ്ണുണ്ടല്ലോ പ്രസവിക്കൂല. മൂസ നബി അതാ പറഞ്ഞു കൊടുക്കുകയാ, ആ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുകയാ, പെണ്ണേ നീയുണ്ടല്ലോ പ്രസവിക്കൂല, നിനക്കുണ്ടല്ലോ ഉമ്മയാകാൻ കഴിയൂല. മൂസ നബി പറഞ്ഞു, പെണ്ണേ അല്ലാഹു പറഞ്ഞത് നിനക്ക് പ്രസവിക്കാൻ കഴിയൂലെന്ന, അല്ലാഹു പറഞ്ഞത് നിനക്കൊരു ഉമ്മയാകാൻ കഴിയില്ലെന്ന. എന്നോട് പെരിന്തൽമണ്ണയിലുള്ള ഒരു സഹോദരി പറഞ്ഞ, ഉസ്താദേ, പെരിന്തൽമണ്ണയിലുള്ള ഒരു സഹോദരി എന്റെ പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞതാ, ഉസ്താദേ കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലമായി എനിക്ക് മക്കളില്ല, ഞാൻ എന്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു ഫംഗ്ഷന് പോലും ഞാൻ പോകാറില്ല. ഞാൻ എന്തേ ഉസ്താദേ, ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോലും പോകുമ്പോ, ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരും എന്റെ കുടുംബക്കാരും എന്റെ നാത്തൂമാരും മുത്തച്ഛിമാരൊക്കെ എന്നോട് വിശേഷമായില്ലേ എന്ന് ചോദിക്കുമ്പോ അതെനിക്ക് താങ്ങാൻ കഴിയണില്ല ഉസ്താദേ എന്നൊരു സാധുവായ സഹോദരി പറയാ. ഇപ്പോ നമ്മൾ കല്യാണം കഴിച്ച് ആദ്യരാത്രി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ചില ആളുകൾ വന്നിട്ട് ചോദിക്കാറുണ്ട്, മക്കളൊന്നും ആയില്ലേ, വിശേഷമൊന്നും ആയില്ലേ. ചില ആൾക്കാരുടെ വിചാരം ഇത് ലുലുമാളിൽ പോയാലും മേടിക്കാൻ കിട്ടുന്ന ചില ആളുകളുടെ വിചാരം. നെസ്റ്റോയിൽ പോയാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ മാണിക്കോത്ത് ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിൽ പോയാൽ കാസർഗോഡ് ഏതെങ്കിലും ഒരു മാളിൽ പോയാൽ നമുക്ക് മക്കളെ കിട്ടുമെന്ന ചില ആളുകളുടെ ചോദ്യം കേട്ടുകഴിഞ്ഞാൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഹീമ നൽകട്ടെ. ഉമ്മയാകുക എന്ന് പറയുന്നത് എല്ലാ സഹോദരിമാർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ്. ഉമ്മയാകുക എന്ന് പറയുന്നത് എല്ലാ സഹോദരിമാർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ചില ആളുകളുണ്ട് ശ്രമിക്കൂല, മക്കളുണ്ടാക്കാൻ ശ്രമിക്കൂല. ഞാൻ കാസർഗോഡ് ജില്ലയിലുള്ള ഒരാളോട് ചോദിച്ചു, കല്യാണം കഴിഞ്ഞു ഉസ്താദേ, എത്ര കൊല്ലമായി? 4 കൊല്ലമായി. ഞാൻ ചോദിച്ചു, കുട്ടികളായില്ലേ? അപ്പം പറയും, ഉസ്താദെ ഞങ്ങളതിന് ട്രൈ ചെയ്തില്ല ഉസ്താദെ. എന്താ പറയണേ? ഞങ്ങളതിന് ട്രൈ ചെയ്തില്ല ഉസ്താദെ. എന്നുവെച്ചാൽ എന്താ ട്രൈ ചെയ്യാതെ? വേറെ ഒന്നുമില്ല ഉസ്താദെ, സാമ്പത്തിക പ്രശ്നം. പിന്നെ ജനിച്ചു വീഴുന്ന കുട്ടി ലുലുമാളിന്റെ പോത്തിറച്ചിയല്ലേ കഴിക്കണേ, സാമ്പത്തിക പ്രശ്നം പറയാം. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകട്ടെ. ഞാൻ പറയാ, ഈ മക്കളെ വേണ്ടെന്ന് വെക്കുന്നവർ സൂക്ഷിച്ചോ. ചില ആളുകളുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിൽ ഒരുമിച്ചിരുന്നെടുക്കുന്ന തീരുമാനം മക്കത്തും മദീനത്ത് പോകാനല്ല, 2 കൊല്ലം മക്കൾ വേണ്ട, മസിനഗുടി വഴി ഊട്ടിയിലൊക്കെ ഒന്ന് പോയി കറങ്ങി തിരിച്ചൊക്കെ വന്ന് മക്കളായ മതി എന്ന ചില ആളുകൾ പറയുന്നത്. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാ, അബോഷൻ ചെയ്യുന്നവര് വല്ലാത്ത പാപമാ അല്ലെ. നമ്മുടെ വയറ്റിൽ ഒരു ചെറിയ കുട്ടി വളർന്നു വരുന്നു, അതിനെ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ കഴുത്തറുത്ത് കൊല്ലുന്നതിനും തുല്യമല്ലേ അബോഷൻ ചെയ്യുന്നത്. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹുവേ നല്ല മക്കളെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മൂസ നബി ആ പെൺകുട്ടിയോട് പറഞ്ഞു, പെണ്ണേ നീ ദുആ ചെയ്തിട്ട് കാര്യമില്ല, കാരണം എന്തേ, നീ പ്രസവിക്കൂല. എന്താ പറയാ? നീ പ്രസവിക്കൂല. ആ പെണ്ണ് വല്ലാത്ത സങ്കടത്തോടുകൂടി ഇങ്ങനെ കടന്നുപോയി. ഒരിക്കലും മൂസ നബി ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ഈ പെൺകുട്ടി എന്റെ പ്രിയപ്പെട്ടവരെ മൂസ നബിയുടെ ചാരത്തേക്ക് ഒരു കുട്ടിയുമായിട്ട് കടന്നു വന്നു. എന്താ പറയണേ? ഒരു കുട്ടിയുമായിട്ട് ഈ പെൺകുട്ടി കടന്നു വന്നു. മൂസ നബിയുടെ കയ്യിലേക്ക് കുട്ടിയെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മൂസ നബിയേ, ഇതെന്റെ കുട്ടിയാ നബിയെ, ഇതെന്റെ മകളാ നബിയെ. മൂസ നബിക്ക് വല്ലാത്ത അത്ഭുതം. കാരണം എന്തേ? അല്ലാഹുവേ, നീയാ പറഞ്ഞത് മക്കളെ കൊടുക്കില്ലെന്ന്, നീയാ പറഞ്ഞത് ആ പെൺകുട്ടി പ്രസവിക്കൂലെന്ന്. പിന്നെ എങ്ങനെ റബ്ബേ ഈ പെണ്ണ് പ്രസവിച്ചത്? ഇനി വലിയ അവിഹിതം വല്ല ആണോ അല്ലെ? ഇപ്പൊ നമ്മളൊക്കെ പറയാറുണ്ട്, ഓൻ ഇവിടെ ഇല്ലല്ലോ, ഓൻ ഗൾഫിലാണ്, ഓന്റെ പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷെ ഓളെങ്ങനെയാ പ്രസവിച്ചേ, ഓളെങ്ങനെ ഗർഭിണിയാന്ന് ചില ആളുകൾ എന്ത് മാണിക്കൊത്തൊക്കെ ചിന്തിക്കാറുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മൂസ നബിക്ക് അത്ഭുതമായി, റബ്ബേ നീയാണ് പറഞ്ഞത് ഇവള് പ്രസവിക്കൂലെന്ന്, പിന്നെ എങ്ങനെയാ പഠിച്ചവനെ ഇവള് പ്രസവിച്ചേ? മൂസ നബി വിട്ടില്ല. മൂസ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തു. മൂസ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തു. മൂസ നബി അതാ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. പടച്ചവനെ
മൂസ നബി അതാ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. നീയാണ് പറഞ്ഞത്, നീയാണ് പറഞ്ഞത്, നീയാണ് എന്നോട് കൽപ്പിച്ചത്. ആ പെൺകുട്ടിയുണ്ടല്ലോ അല്ലാഹുവേ പ്രസവിക്കൂല. എന്നിട്ടാ പെണ്ണുണ്ടല്ലോ ഒരു കുട്ടിയുമായിട്ട് കടന്നു വന്നു. അല്ലാ എങ്ങനാണ് അല്ലാ? മൂസ നബി അതാ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ ഒരു അശരീരി കടന്നു വരികയാ. എന്തെന്നറിയോ? മൂസ നബിയോട് അള്ളയതാ പറയുകയാ, മൂസ നബിയെ ആ പെൺകുട്ടിയുണ്ടല്ലോ ഒരു ദിക്റ് ചൊല്ലിയവളാ. ഏതാണ് ദിക്റെന്നറിയോ? ഏതാണ് ദിക്റെന്നറിയോ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുകയാ, ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ മക്കളില്ലാത്തവരെ ചൊല്ലിക്കൊള്ളുക. ഉസ്താദേ 5 കൊല്ലമായി മക്കളില്ലോ, 6 കൊല്ലമായി മക്കളില്ലോ, 7 കൊല്ലമായി മക്കളില്ലോ, 10 കൊല്ലമായി മക്കളില്ല. ഞങ്ങളുണ്ടല്ലോ ദുആ ചെയ്തു കൊലന്നു ഉസ്താദ്, അല്ലാഹു മറുപടി നൽകുന്നില്ല എന്ന് പറയുന്നവരോട് പറയുകയാ. മൂസ നബിയോട് അല്ലാഹു പറയുകയാ, പെൺകുട്ടിയോട് നീ എന്ന് ചോദിച്ചു നോക്കണേ, ഏതാണ് ദിക്റെന്ന് ചോദിച്ചു നോക്കണേ. മൂസ നബി അതാ അത്ഭുതപ്പെടുത്തുകയാ. സുബ്ഹാനല്ലാഹ്. ആ പെൺകുട്ടിയുടെ പുറകെയുണ്ടല്ലോ മൂസ നബി അതാ കടന്നു ചെല്ലുകയാ. മൂസ നബിയുടെ പ്രിയമുള്ളവര് പെൺകുട്ടിയോട് ചോദിക്കുകയാ, അല്ലാഹു എന്നോട് പറഞ്ഞല്ലോ നീ ഒരു ദിക്റ് ചൊല്ലി എന്ന് പറഞ്ഞല്ലോ, ഏതാണ് പൊന്നുമോളെ ദുആ എന്ന് ചോദിക്കുമ്പോ മൂസ നബിയോട് ആ പെൺകുട്ടി അതാ പറയുകയാ, യാ റഹീം യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ് എന്ന് പറയുന്ന ദുആ ഉണ്ടല്ലോ, എന്ന് പറയുന്ന ദിക്റുണ്ടല്ലോ, എന്ന് പറയുന്ന ഔറാദുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ചൊല്ലിയിട്ട് പടച്ചവനോട് ദുആ ചെയ്താൽ മൂസ നബി പറയുകയോ, അവർക്കെന്റെ പ്രിയമുള്ളവരെ അല്ലാഹു മക്കളെ കൊടുക്കുമെന്ന് പറയുമ്പോ ആരെങ്കിലും ഒരാൾ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവന്റെ കുടുംബത്തില്, അവന്റെ ഭാര്യയില്, അവന്റെ മക്കളില്, അവന്റെ ജീവിതത്തില്, അവന്റെ ആയുസ്സില് അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ, ആനന്ദം നൽകുന്നതാ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ നബിയോട് പറഞ്ഞു, മൂസ നബിയേ ഞാൻ ദുആ ചെയ്തു. മൂസ നബി ചോദിച്ചു, ഏതാ? യാ റഹീം യാ അല്ലാഹ് എന്ന് പറയുന്ന ദുആ ചെയ്തിട്ട് അൽഹംദുലില്ലാഹ് ഞാൻ ദുആ ചെയ്തപ്പോ അല്ലാഹു എനിക്ക് മക്കളെ നൽകിയെന്ന് ഒരു പെൺകുട്ടി മൂസ നബിയോട് പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ദുആ ചെയ്യുന്നവരാരാ അവന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ പറയും, ഉസ്താദേ 25 വയസ്സായി മൂക്കില് പല്ല് മുളച്ചു ഉസ്താദേ, പെണ്ണ് കിട്ടുന്നില്ല എന്ന് ചില ആളുകളൊക്കെ പറയാറുണ്ട്. അപ്പൊ ഏത് സ്ഥലത്താണ് എന്റെ ഓർമ്മ? കർണാടകയിൽ എവിടെ ഒരു സ്ഥലത്ത് നിന്നപ്പോ എന്നോട് അവിടുത്തെ ചെറുപ്പക്കാര് പറഞ്ഞു, ഉസ്താദേ കെട്ടാൻ പെണ്ണില്ല. എന്താ പറയണേ? കെട്ടാൻ പെണ്ണില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഓവർ ഡിമാൻഡ് വെച്ചാൽ കെട്ടാനല്ല, ഒന്നിനും പെണ്ണിനെ കിട്ടൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ വെക്കുന്ന ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് വല്ലാത്ത ഡിമാൻഡാ. ഇപ്പോഴത്തെ പെൺകുട്ടികള് സുബ്ഹാനല്ലാഹ് വെക്കണ ഡിമാൻഡ് എന്ന് പറഞ്ഞാല് വല്ലാത്ത ഡിമാൻഡാ. ഇപ്പൊ ചെറുക്കന്മാരെയും കിട്ടാനില്ല, പെൺകുട്ടികളെയും കിട്ടാനില്ല. ഞാൻ പറയാ ദുആയാണ് എല്ലാത്തിനും എന്റെ പ്രിയപ്പെട്ടവരെ കാരണം എന്ന് ഞാൻ പറഞ്ഞു. ഒരു ഖുർആനിൽ ആയത്തുണ്ട്, ആരാണോ ചൊല്ലുന്നത് അവന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നു. ഞാൻ പറഞ്ഞു, ഖുർആൻ എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ ലോകമാണ്. ഖുർആൻ എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ ലോകമാണ്. അങ്ങോട്ട് എത്ര സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുമെന്ന്. ഖുർആനിനെ എത്രത്തോളം നമ്മൾ ഇഷ്ക് വെക്കുന്നുണ്ടോ അത്രത്തോളം ഖുർആൻ നമ്മളെ ഇഷ്ക് വെക്കുമെന്ന. അല്ലേ? 25 കൊല്ലമായി ഉസ്താദേ, 25 വയസ്സായി, 28 വയസ്സായി ഉസ്താദേ, കല്യാണം ശരിയാകുന്നില്ല എന്ന് പറയുന്ന സാധുക്കളുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയാ, ഈ ചായക്കടയിലും ബസ് സ്റ്റോപ്പിലൊക്കെ നമുക്ക് പോയിട്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ സ്വഭാവത്തിനെ പറ്റി അന്വേഷിച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ കല്യാണം നമ്മൾ മുടക്കാൻ പാടില്ല.
ഏത് ചങ്ങാതിമാര് കല്യാണം മുടക്കിയാലും ഈ ഒരു ദുആ ചെല്ലുന്നവനാരാ, അവന്റെ കല്യാണം അല്ല മുടക്കൂല. ഞാന് വയനാട് ഭാഗത്ത് ഒരു സ്ഥലത്ത് വഅദിന് പോയപ്പോ എന്നോട് പറഞ്ഞ ഉസ്താദെ, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ ഉസ്താദെ, ഞങ്ങളുടെ നാട്ടിൽ ചായക്കടയിൽ ഇരുന്ന് ചായ കുടിക്കണ ചില ആളുകളാ ഞങ്ങളുടെ കല്യാണം മുടക്കണം ഉസ്താദെ. എന്താ പറയുക, ഞങ്ങളുടെ നാട്ടില് ചായക്കടയിൽ ഇരുന്ന് സുബഹി കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്ന ചില ചങ്ങാതിമാരുണ്ട് ഉസ്താദെ, അവരാണ് ഞങ്ങളുടെ കല്യാണം മുടക്കുന്നത്. എന്റെ പെങ്ങൾക്കൊരു കല്യാണാലോചന വന്നു ഉസ്താദെ, അങ്ങനെ ഞങ്ങളുടെ മഹലിൽ ഒരാളോട് പോലും ചോദിച്ചില്ല, ടൗണിലുള്ള ഒരു ചായക്കട വന്നിട്ട് ചോദിച്ചു, ഈ പെങ്ങൾ എങ്ങനെയുണ്ട്, ഈ സഹോദരി എങ്ങനെയുണ്ട്. പെങ്ങളെ പറ്റി നല്ലത് പറഞ്ഞു ഉസ്താദെ, പെങ്ങളുടെ ജ്യേഷ്ഠനാകുന്ന എനിക്ക് കഞ്ചാവ് കച്ചവടം വന്ന ഉസ്താദെ. അവര് പറഞ്ഞു അല്ലാഹു കാത്തിരിക്കട്ടെ. അവനോട് പറഞ്ഞു ഉസ്താദെ, ഞാൻ കറിവേപ്പന പോലും നേരെ ചുവ കഴിക്കാറില്ല, പിന്നല്ലേ ഉസ്താദെ കഞ്ചാവ്, അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ പറയാ, ആര് നിന്റെ കല്യാണം മുടക്കിയാലും അല്ലാഹു നിന്റെ കല്യാണം മുടക്കൂല. ദുആ ചെയ്യുവോ? ആര് നിന്റെ കല്യാണം മുടക്കിയാലും, ഏത് വാപ്പ നിന്റെ കല്യാണം മുടക്കി. ഇപ്പൊ ചില ഉമ്മമാരുണ്ട് കുടുംബശ്രീയിൽ പോകും, കുടുംബശ്രീയിൽ പോയിട്ട് സുബ്ഹാനല്ലാഹ് ചായ കുടിക്കാൻ പോണ ചില ആളുകളുണ്ട്. ജോലിക്ക് പോണല്ല, ചായ കുടിക്കാൻ പോണ ചില ആളുകളുണ്ട്. ചില ആളുകളുണ്ട് ഈ 2-3 പെൺകുട്ടികളൊക്കെ ഒരുമിച്ച് കൂടിയാൽ തന്നെ വല്ലാത്ത പ്രതിസന്ധിയാ. ഓക്കാമിന ഓന് കുഴലിന്റെ പണിയാ, ഒരു 2 നില വീട് വെച്ചില്ലേ, ഒരു 2 വാഹനം വാങ്ങിച്ചില്ലേ, ഓൻ എങ്ങനെയെങ്കിലും കഞ്ചാവ് വെച്ചോടൊക്കെ നടത്തിയിട്ട് ആ പൈസ ഉണ്ടാക്കണം എന്നിങ്ങനെ പറഞ്ഞു നടക്കണ ചില ആളുകളുണ്ട്. നാട്ടിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ മുടി വളർത്തിയാലും ഓൻ കഞ്ചാവ്, നാട്ടിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ലോ വേസ്റ്റ് പാൻറ് ഇട്ട ഓൻ കഞ്ചാവ്, നാട്ടിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഫ്രീക്കം പാൻസ് ഇരിച്ച ഓൻ കഞ്ചാവ് എന്ന് പറയുന്ന ചില സ്വഭാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറയാ, നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ തെറ്റ് ചെയ്താല് അത് പരസ്യമായിട്ട് പറയരുത്, പരസ്യമായിട്ട് പറയരുത്. ഒരു ചങ്ങാതിയോടെ ബസ് സ്റ്റോപ്പ് ഇരിക്കുക, ഓന്റെ പാൻസ് ഒക്കെ ഇങ്ങനെ കീറിയിരിക്കുക, ഫ്രീക്കം മോഡലാ, ഓനോട് വന്നിട്ട് പള്ളിയുടെ പ്രസിഡന്റ് പറയാ അത് മാറ്റടാ, ആൾക്കാരെ മുമ്പ് വെച്ചിട്ട് പറയാ അത് മാറ്റടാ, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ ഓന്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ആ പ്രസിഡന്റിനോട് വാശി ഉണ്ടാകും. ടിപ്പറിലൂടെ ചിലപ്പോൾ നെഞ്ചത്ത് കയറ്റും, ടിപ്പറിലൂടെ ചിലപ്പോൾ നെഞ്ചത്ത് കയറ്റാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു പേഴ്സണലായിട്ട് സ്വകാര്യമായിട്ട് അവനെ വിളിച്ചിട്ട് പറയടാ ചങ്ങാതി, എടാ ഇത് ചെയ്യരുത്, എടാ ഇത് തെറ്റല്ലേ, എടാ നീ ഔറത്ത് മറക്കനടാ എന്നോനോട് പറഞ്ഞു കൊടുത്താൽ ഏത് നന്നാകാത്തവനും നന്നാകും. ഇപ്പൊ നമ്മുടെ ഭാര്യമാര് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാറുണ്ട്, ഭാര്യമാര് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാറുണ്ട്. ഈ ഭാര്യമാര് ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ ചില ആളുകളുണ്ട്, ചില ചങ്ങാതിമാര് വലിയ വാപ്പായിട്ട് വന്നിട്ട് കഴിക്കാതിരിക്കും. ഭർത്താവ് ഒന്ന് പേര് മാത്രമേ ഉള്ളൂ. എന്നോട് സഹോദരി പറഞ്ഞു ഉസ്താദെ, ഭർത്താവ് ഒന്ന് പേര് മാത്രമേ ഉള്ളൂ ഉസ്താദെ, എന്നെ അടിക്കൂ ഉസ്താദെ, എന്നെ ഇടിക്കൂ ഉസ്താദെ, കള്ളു കുടിച്ചു വന്നിട്ട് എന്റെ തലക്ക് നോക്കി മൊബൈൽ ഫോൺ വെച്ച് അടിച്ചിട്ടുണ്ട് ഉസ്താദെ എന്ന് പറഞ്ഞ പാവപ്പെട്ട സഹോദരിമാരുണ്ട്. ചില പെങ്ങന്മാര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ നമുക്ക് കൊണ്ടുതരും. ചിലപ്പോ ഈ കൂട്ടുകാരുണ്ടാകും, ഭർത്താവിന്റെ കൂട്ടുകാരും കുടുംബാദികളും മാതാവും പിതാവും ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് കറിക്ക് ഉപ്പുണ്ടെങ്കിൽ, ഉപ്പ് കൂടുതലാണെങ്കിൽ, എരിവ് കൂടുതലാണെങ്കിൽ ചില ചങ്ങാതിമാരുണ്ട് അതിങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞിട്ട് ഈ ഭാര്യയെ അവരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കുന്ന ചില ആളുകളുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ, പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും അവർ നന്നാകത്തുമില്ല. അതിന് പകരം ഉപ്പ് കൂടുതലാണെങ്കിൽ, എരിവ് കൂടുതലാണെങ്കിൽ സ്വകാര്യമായി നമ്മുടെ കിടക്കപ്പായിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു കൊടുത്താൽ സ്വാഭാവികമായിട്ട് അവർക്ക് എന്തുണ്ടാകും, മനസ്സിലൊരു തോന്നലുണ്ടാകും. എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു, പേഴ്സണലായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. ചില ആളുകളുണ്ട് ഭാര്യയുടെ മുടി എങ്ങാനും പടച്ചവനെ പ്ലേറ്റിൽ കണ്ടു കഴിഞ്ഞാൽ അന്നവിടെ അതാപ, അന്നവിടെ ബദറിയത്ത. രാത്രിയിൽ ഒരു മുടിയും പറ്റും, എല്ലാം പറ്റും. പക്ഷെ പകല് ഭക്ഷണത്തിൽ നിന്ന് ഒരു ചെറിയ മുടിനാര് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ചെറിയ രോമം കഴിഞ്ഞാൽ പ്ലേറ്റ് എടുത്ത് ആകാശത്തോട്ടെറിയുക, പ്ലേറ്റ് എടുത്ത് ഓളുടെ തലക്കടിക്കുക, ഒരു ചെറിയ മുടി കണ്ടു കഴിഞ്ഞാൽ അത് ഓളുടെ വായി തന്നെ വെച്ച് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചില സൈക്കോകളാകുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ പറയാ, ഭർത്താവ് എന്ന പേരിന് മാത്രം നന്നാൻ പോരാ അല്ലെ. ഞാൻ ചോദിക്കട്ടെ, നല്ല ഭാര്യമാര് വേണവരെന്നാ എല്ലാവരും ആഗ്രഹിക്കണം. കുടുംബജീവിതത്തിൽ എപ്പോഴും നല്ല ഭാര്യമാരെ വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കണേ. ഞാന് ഒരു 8 മാസം മുമ്പ്, സ്ഥലമൊന്നും പറയണില്ല, കാസർഗോഡ് ഭാഗത്തൊരു സ്ഥലത്ത് വന്നിട്ട് ചോദിച്ചു, നല്ല ഭാര്യമാരെ വേണ്ടവര് കൈവക്കാൻ. അതില് 98% മുക്കിയത് കെട്ടിയവരാ. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. അപ്പൊ കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ചില ആളുകളോട് ചോദിക്കുമ്പോഴേ എങ്ങനത്തെ ഭാര്യ വേണം, എങ്ങനത്തെ ഭർത്താവിനെ വേണം? നല്ല ജിമ്മുള്ള, നല്ല താടിയുള്ള, നല്ല മീശയുള്ള, നല്ല കട്ടത്താടിയുള്ള, നല്ല ഫ്രീക്കൻ ചെറുപ്പക്കാരെ വേണം എന്നൊക്കെ പറയാറുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ. ഇവിടെ 18 വയസ്സുള്ള സഹോദരിമാരുടെ വാപ്പമാർ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാ, ദീനുള്ളവർക്ക് നിന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കണം. ഒരിക്കലും നിങ്ങൾ കള്ളു കുടിക്കുന്നവനും കഞ്ചാവടിക്കുന്നവനും എന്റെ അഭിപ്രായത്തിൽ സിഗരറ്റ് വലിക്കുന്നവന് പോലും നമ്മുടെ പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം എന്തേ? അത് വല്ലാത്ത തെറ്റാ. കാരണം എന്നോട് ഒരു വക്കീൽ
വക്കീല് പറഞ്ഞതാ, ഒരു കുടുംബ കോടതിയിൽ ജോലി ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞ, ഉസ്താദേ ഏറ്റവും കൂടുതൽ ശുദ്ധി പറയുന്ന മതം ഇസ്ലാമാ, ഏറ്റവും കൂടുതൽ ശുദ്ധി പറയുന്ന മതം ഇസ്ലാമാ. പക്ഷേ ആലപ്പുഴ കുടുംബ കോടതിയിൽ ഒരു കേസ് വന്നു ഉസ്താദേ, തൊലാക്ക. എന്താ കാരണം? ഭർത്താവിന് വൃത്തിയില്ല. ഞാൻ എന്താ ഉദ്ദേശിക്കണേ? ഭർത്താവ് എല്ലാ ദിവസവും സിഗരറ്റ് വലിക്കും ഉസ്താദേ. സിഗരറ്റ് വലിച്ചിട്ട് ഭാര്യക്ക് മുത്തം കൊടുക്കാൻ വേണ്ടി ഈ ചങ്ങാതി പല്ല് തേക്കാതെ വരണേ. താത്താന്റെ അടുത്ത് ഈ ചങ്ങാതി വരുമ്പോ വിൽസിന്റെ മണം, സിഗരറ്റിന്റെ മണം, ഹാൻഡ്സിന്റെ മണം, ഇതിങ്ങനെ അടിച്ചിട്ട് സഹിക്കാൻ കഴിയാതെ ചില ഭർത്താക്കന്മാരെ ചാരത്ത് ഭാര്യമാര് കിടന്നു കൊടുക്കുന്നേ ഉള്ളൂ. കള്ളിന്റെ മണം ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറിയിട്ട് ആ ഭർത്താവിന്റെ കൂടെ നാടകം പോലെ ജീവിച്ചു തീർക്കണ ചില താത്തന്മാരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ പറയാ, ഒരായത്ത് ചൊല്ലിക്കോ, കെട്ടിക്കഴിഞ്ഞ് പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കരഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു യഥാ പറയുകയാ. ഏതാണ് ദുആ എന്നറിയോ? ഏതാണ് ആയത്തെന്നറിയോ? എഴുതിയെടുക്കാൻ പറ്റുന്നവരതാ എഴുതിയെടുക്കുക, കാണാപാഠം പഠിക്കാൻ പറ്റുന്നവര് അങ്ങനെ യഥാ പഠിച്ചുകൊള്ളുക. ഏതെന്നറിയോ? 6000-ഓളം ആയത്തുകളുള്ള അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ. 114 സൂറത്തുകളുള്ള 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നു. ഒരുപാട് അഹ്കാമുകളുള്ളൂ, ഒരുപാട് അഖ്ബാറുകളുള്ളൂ അള്ളാഹുവിന്റെ ഖുർആൻ. എന്റെ പ്രിയമുള്ളവരെ, ഖുർആനിലൂടെ അല്ലാഹു യഥാ പറയുകയാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുനിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ അവന്റെ കുടുംബ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു ബറക്കത്ത് നൽകുന്നതോ, അല്ലാഹു സന്തോഷം നൽകുന്നതോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആമീൻ പറഞ്ഞു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുനിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തു. അല്ലാഹു സ്വീകരിക്കുന്നതാ, അല്ലാഹു കബൂൽ ചെയ്യുന്നതാ. ഭാര്യ ഭർത്താക്കന്മാരെ ദാമ്പത്തിക ജീവിതത്തിന് ബറക്കത്തില്ലെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാ, അത് വല്ലാത്ത പ്രതിസന്ധിയാ. വയനാട് ജില്ലയിലുള്ള കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സാധുവായ പെങ്ങളെന്നോട് പറഞ്ഞതാ, ഉസ്താദേ, എന്റെ ഭർത്താവുണ്ടല്ലോ കള്ളു കുടിക്കുന്നവനാ, അദ്ദേഹമുണ്ടല്ലോ ലഹരി ഉപയോഗിക്കുന്നവനോ, ഹാൻസ് ഉണ്ടല്ലോ, കൂളുണ്ടല്ലോ, ലഹരി പദാർത്ഥങ്ങളുണ്ടല്ലോ ഉപയോഗിക്കുന്നവനാ. അദ്ദേഹം കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരികയാ. എന്നിട്ടതോ അടിക്കുന്നു ഉസ്താദ്, തൊഴിക്കുന്നു ഉസ്താദ്, എനിക്കെന്റെ ഭർത്താവിനെ ഇഷ്ടമല്ല, ഒരു നാടകം പോലെ ജീവിക്കുകയാ. എനിക്ക് 3 മക്കളുണ്ട് ഉസ്താദേ, അവരെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നതാ. പലതവണയുണ്ടല്ലോ ആത്മഹത്യ ചെയ്യാൻ പോലും ഒഴുകിയതാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ മുഖം കാണുമ്പോ എനിക്ക് ജീവിക്കാൻ കൊതിയാകുന്നു ഉസ്താദ് എന്നൊരു സാധുവായ സഹോദരി പറയുമ്പോ, കള്ളു കുടിക്കുന്നവര് മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ, പെണ്ണ് പിടിക്കുന്നവര് മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ, ഹാൻസ് വെക്കുന്നവര് മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ, പലിശക്കാരന് മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ, ഹറാമ് ചെയ്യുന്നവന് മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ, കഞ്ചാവ് ഉപയോഗിക്കുന്നവന് മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ. ദീനുള്ളവർക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കേണ്ടതാ. അതുകൊണ്ട്
പ്രിയമുള്ളവരോട് പറയുകയാ, സങ്കടങ്ങൾ വരുമ്പോ, വേദനകൾ വരുമ്പോ, യാതനകൾ വരുമ്പോ, കണ്ണുനീര് വരുമ്പോ, കടങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, വിട്ടുമാറാത്ത പ്രതിസന്ധികൾ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ, ക്യാൻസർ വരുമ്പോ, ബ്രെയിൻ ട്യൂമർ വരുമ്പോ, മൈഗ്രെയിൻ വരുമ്പോ, ഷുഗർ വരുമ്പോ, പ്രഷർ വരുമ്പോ, ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു ഗതികേട് വരുമ്പോ തളരല്ലേ, തളരല്ലേ. നീയതാ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയോ, ജീവിതത്തിലുണ്ടല്ലോ അല്ലാഹുവേ ബറക്കത്ത് തരുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഇഖ്ലാസോടെ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് അതോടെ പടച്ചവനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ഈ ദുനിയാവ് വിജയിച്ചവരോ ആഖിറവും വിജയിച്ചവരോ ജീവിതത്തിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബിനോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ അദബോടെ ഇഖ്ലാസോടെ ആരെങ്കിലും ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദുആക്ക് ഇജാബത്തുണ്ട്, അവന്റെ ദുആയിൽ ബറക്കത്തുണ്ട്, എന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ചില ആളുകളുണ്ട് നിസ്കാരത്തിന് ശേഷം ഈ ദുആ ചെയ്യുന്ന ചില ആളുകളുടെ വിചാരം പെട്ടെന്ന് എന്തോ ഇങ്ങനെ കാണിച്ച ദുആ എന്ന, അല്ലേ? ഇപ്പൊ നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് ഈ പറഞ്ഞ റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദിദ്ദിയാതിനാ ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറയുന്ന ദുആ ഒരു 150 തവണയെങ്കിലും എല്ലാ മാസവും ദുആ ചെയ്യുന്നുണ്ടാകും. നമുക്കത് കേൾക്കാൻ സമയമില്ല, നമുക്കതിന് ആമീൻ പറയാൻ സമയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാ, അർത്ഥം അറിഞ്ഞുകൊണ്ട് ആ ദുആക്ക് എന്ത് ചെയ്യണം? ആമീൻ പറയണം. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ദിക്ർ ഹൽക്ക നടക്കുമ്പോ, സ്വലാത്ത് ഹൽക്ക നടക്കുമ്പോ, അവസാനം വഅദിന്റെ അവസാനം ദുആ ചെയ്യുമ്പോ ചില ആളുകളുണ്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആമീൻ പറയുമ്പോ കരുതും, അല്ലാഹുവേ ഈ ചങ്ങാതി നിർത്തിയാ മതിയായിരുന്നു, അല്ലെ? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ദിക്റുകൾക്ക് നടക്കുമ്പോ ചില ആളുകളുണ്ട് ചോറിന്റെ സമയത്ത് മാത്രം വരുന്ന ചില ആളുകളുണ്ട്, അല്ലെ? നമ്മുടെ നാട്ടില് ഉസ്താദ് ഇങ്ങനെ സ്വലാത്ത് കളിക്കൽ ഇരിക്കുമ്പോ കൂട്ടുകാർക്ക് വാട്സപ്പ് മെസ്സേജിൽ ഇങ്ങനെ അയക്കും, ചോറ് എടുക്കാൻ സമയമായി എല്ലാവരും പള്ളിയിൽ സ്വലാത്തുകൾക്ക് നടക്കുമ്പോൾ പള്ളിയിൽ ഉസ്താദുണ്ട്, മുഅദ്ദിനുണ്ട്, നാട്ടുകാരിൽ കുറച്ച് പ്രായമുള്ളവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്തായിരിക്കും നമ്മുടെ ചെറുപ്പക്കാർ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുന്നത്, എന്താ ഇടുന്നത്? ഇവിടെ ചോറ് കൊടുക്കുന്ന സമയമായി, പെട്ടെന്ന് ഓടിവാ, അല്ലാഹു കാത്തിരിക്കട്ടെ. ദുആക്കിരിക്കാൻ നമുക്കാർക്കും സമയമില്ല, ദുആക്കിരിക്കാൻ നമുക്കാർക്കും സമയമില്ല, അല്ലെ? അതുകൊണ്ട് പറയാ, ദുആ സ്വീകരിക്കാൻ 3 ഷർത്തുകളുണ്ടെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു. ഞാൻ പറഞ്ഞു, ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ ഞങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല, ഉസ്താദേ ഞങ്ങൾ ഹജ്ജ് ചെയ്തു, ഉസ്താദേ കഅബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്തു, ഉസ്താദേ റസൂലുള്ളാഹിയുടെ മദീനയുടെ ചാരത്ത് പോയിട്ട് ഞങ്ങൾ ദുആ ചെയ്തു, ഉസ്താദേ ഞങ്ങളുടെ ദുആക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഇജാബത്ത് നൽകുന്നില്ല, ഇജാബത്ത് നൽകുന്നില്ല, പ്രതിഫലം നൽകില്ലെന്ന് ചില ആളുകളൊക്കെ പറയാറുണ്ട്. ഞാൻ പറയാ, 3 നിബന്ധനകൾ ആരാണോ പാലിക്കുന്നത് അവരുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന്. ഒന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുകയാ, ദുആക്കുണ്ടല്ലോ ഇജാബത്ത് വേണോ, പ്രതിഫലം വേണോ? പലരും അതാ കരഞ്ഞുകൊണ്ട് പറയുന്നതാ, ഉസ്താദേ കടക്കണിയിലാ, ഉസ്താദേ സങ്കടത്തിലാ, ഉസ്താദേ വേദനയിലാ, ഉസ്താദേ രോഗങ്ങളാ, അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് അല്ലാഹു പടച്ച തമ്പുരാൻ ഇജാബത്ത് തരുന്നില്ല എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര സഹോദരിമാരോട് പറയുകയാ, കരയല്ല, നൊമ്പരപ്പെടാൻ പാടില്ലോ. ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യുമ്പോ ഈ പറയുന്ന 3 നിബന്ധനകള് ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പാലിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവന്റെ ദുആക്ക് പടച്ച തമ്പുരാൻ ഇജാബത്ത് തരുന്നതാ, സ്വീകരിക്കുന്നതാ. മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുകയാ, ദുആ സ്വീകരിക്കാനുള്ളോ, ദുആ കബൂലാക്കാനുള്ളോ, ദുആ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു ഉത്തരം നൽകാനുള്ള ഒന്നാമത്തെ മാർഗമേതാ? ഹംദാണ് ചെറുപ്പക്കാരാ, ഹംദാണ് പെങ്ങളെ. ദുആ സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധന, ആരെങ്കിലും ഒരാൾ ഹംദ് പറഞ്ഞ് കൊണ്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകുന്നു.
ആരെങ്കിലും ഒരാൾ ഹംദ് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദുആക്ക് എന്റെ പ്രിയപ്പെട്ടവർ ഇജാബത്ത് ഉണ്ടെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു. എങ്ങനെ പറയണ്ടേ? ഈ ദുആ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്. ഏതാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾ ഹംദ് പറഞ്ഞു. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ ഹംദൻ ബിഖദ്രി കമാലിക വഅളമതി ذاتك دائما بدوام ملكك يا الله. ഇങ്ങനെ ഹംദിന്റെ പല രൂപങ്ങളുണ്ട്. ഹംദ് ഏതെങ്കിലും ഒരെണ്ണം മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ യുവാഫി നിഅമഹു വയുകാഫി മസീദാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ആരംഭിക്കുന്നവരാരാ? അവന്റെ ദുആക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഇജാബത്ത് കൊടുക്കുമെന്ന. രണ്ട്, ദുആ സ്വീകരിക്കാനുള്ള രണ്ടാമത്തെ നിബന്ധനയുണ്ടല്ലോ. ഏതെന്നറിയോ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഒന്നാമത്തത് ഹംദാണെങ്കിൽ രണ്ടാമത്തെ മാർഗമേതാ? രണ്ടാമത്തെ വഴികളേതാ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുകയാ, ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരില് കൽപറിഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ സ്വലാത്ത് ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ് അവന്റെ ദുആ ഉണ്ടല്ലോ അല്ലാഹു സ്വീകരിക്കുന്നതാ, കബൂൽ ചെയ്യുന്നതാ, ഇജാബത്ത് തരുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, സലാത്ത് ചൊല്ലിക്കോ റസൂലുള്ളാഹിയുടെ പേരിൽ എന്നെ പ്രിയമുള്ളവരെ. ആയിരക്കണക്കാന സ്വലാത്തുകൾ ആരാ ചൊല്ലുന്നത്? അൽഹംദുലില്ലാഹ് അവന്റെ ദുആക്ക് പടച്ച തമ്പുരാൻ അല്ലാഹു പടച്ച തമ്പുരാൻ ഇജാബത്ത് നൽകുന്നതാ, സ്വീകരിക്കുന്നതാ, കബൂലാക്കുന്നതാ. ഒന്ന് ഹംദാണെങ്കിൽ. രണ്ട്, ആരെങ്കിലും ഒരാൾ സലാത്ത് ചൊല്ലിയാൽ, ദുആയുടെ തുടക്കത്തിൽ സലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അവന്റെ ദുആക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഇജാബത്ത് നൽകുമെന്ന്. അപ്പോൾ ഒന്ന് ഹംദ്, രണ്ട് സലാത്ത്. മൂന്ന് എങ്ങനെ സലാത്ത് ചൊല്ലേണ്ടതാ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെറിയ രീതിയിൽ എങ്ങനെയെങ്കിലും ഒരു സലാത്ത് മുത്ത് നബിയുടെ പേരിൽ ചൊല്ലിയിട്ട് ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ അവന്റെ ദുആ സ്വീകരിക്കുമെന്ന. മൂന്ന്, മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ദുആ ഇജാബത്ത് നേടാനുള്ള മൂന്നാമത്തെ മാർഗമുണ്ടല്ലോ. ഏതെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, പണ്ഡിതന്മാര് പറയുകയാ, ഉസ്താദന്മാര് പോലും ദുആ ചെയ്യുമ്പോ, മുതഅല്ലിമീങ്ങൾ പോലും ദുആ ചെയ്യുമ്പോ, മുഅല്ലിമീങ്ങൾ പോലും ദുആ ചെയ്യുമ്പോ, ഉമറാക്കൾ പോലും ദുആ ചെയ്യുമ്പോ, സഹോദരിമാര് പോലും ദുആ ചെയ്യുമ്പോ ഈ പറയുന്ന മൂന്നാമത്തെ നിബന്ധനയുണ്ടല്ലോ. ആരെങ്കിലും ഒരാൾ ചെയ്യാതെ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദുആക്ക് പടച്ച തമ്പുരാൻ ഇജാബത്ത് തരൂല, പ്രതിഫലം തരൂല, മഹത്വം തരൂല. മഹാന്മാരാകുന്ന പണ്ഡിതന്മാരതാ പറയുകയാ, നിന്റെ മാതാപിതാക്കൾക്ക്, നിന്റെ ഉസ്താദന്മാർക്ക് നീ ദുആ ചെയ്യാതെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ ദുആ നിർത്തിയാൽ അല്ലാഹു പടച്ച തമ്പുരാൻ പ്രതിഫലം തരൂല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്തോ, ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്തോ, എന്നാൽ മോനെ ദുആക്ക് പടച്ച തമ്പുരാൻ ഇജാബത്ത് നൽകുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഉസ്താദേ ദുആ സ്വീകരിക്കുന്നില്ല, ഉസ്താദേ കരഞ്ഞുകൊണ്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ട്, കഅബയുടെ കില്ല പിടിച്ചു പോലും ദുആ ചെയ്തിട്ട്, മാണിക്കോത്ത് മക്കാമിലേക്ക് കടന്നു വന്നിട്ട് ഞാനതാ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തവനാ. ഉസ്താദേ എന്റെ ഭർത്താവിന് ജോലിയില്ലോ, റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് അല്ലാഹു പടച്ച തമ്പുരാൻ എന്റെ ദുആക്ക് ഇജാബത്ത്
ഇജാബത്ത് തരുന്നില്ല എന്ന് പറയുന്നവരോട് പറയുകയാ, കരയല്ലേ, സങ്കടപ്പെടല്ലേ, വിഷമിക്കല്ലേ. ദുആ ചെയ്യുന്നതിന്റെ തുടക്കത്തില് ഹംദ് ചൊല്ലണം ചെറുപ്പക്കാരാ, സ്വലാത്ത് ചൊല്ലണം ചെറുപ്പക്കാരാ. ദുആയുടെ ഇടയില് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, ഉസ്താദന്മാർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകുമെന്ന് പറയുമ്പോ, അവന്റെ ജീവിതത്തിൽ ബറക്കത്ത് തരുമെന്ന് പറയുമ്പോ, അൽഹംദുലില്ലാഹ് മാണിക്കോത്ത് മഖാമിലേക്ക് കടന്നു വരുന്നവരോട് പറയുകയാ, റസൂലുള്ളാഹ് പറഞ്ഞല്ലോ, വെള്ള വസ്ത്രം ധരിക്കുന്നവരെ, വെള്ള വസ്ത്രം ചെയ്ത് ദുആ ചെയ്യുന്നവരെ, നിങ്ങളുടെ ദുആക്ക് പടച്ച തമ്പുരാൻ ഇജാബത്ത് നൽകുമെന്ന് പോലും പറയുമ്പോ, ഈ ദുആയുടെ മഹത്വങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു പടച്ച തമ്പുരാൻ ബറക്കത്തുണ്ടല്ലോ, തരുന്നതാ, സന്തോഷമുണ്ടല്ലോ, തരുന്നതാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, ഹംദ് പറയണം. രണ്ട്, സ്വലാത്ത് ചൊല്ലണം. മൂന്ന്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കള് അല്ലെങ്കിൽ ഉസ്താദന്മാര്, മരണപ്പെട്ടു പോയ മാതാപിതാക്കള്, ഉസ്താദന്മാര്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാതെ നിങ്ങളുടെ ദുആ പോലും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് പറയാ, ഒന്ന്, ജീവിതത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ തഖ്വ വേണം. രണ്ട്, ജീവിതത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ ഇസ്തിഗ്ഫാർ ചൊല്ലണം. മൂന്ന്, ജീവിതത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ, റജബ് മാസത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവന്റെ ജീവിതത്തിൽ ദുആ ചെയ്യണമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ദുആ അല്ലാതെ വേറൊന്നുമില്ല നമുക്ക്. ഇപ്പോ നമ്മുടെ ഈ മഹനീയമാകുന്ന മാണിക്കോത്ത് ക്രൂസ് നടക്കുമ്പോ നമ്മൾ ഈ നേർച്ചപ്പെട്ടിയിലേക്ക് ഓരോ രൂപ ഇട്ടിട്ട് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹ്, ഞങ്ങളുടെ മൺമറഞ്ഞു പോയ വാപ്പ ഉമ്മമാരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. അല്ലെ, ഞാൻ പറയാ, നമ്മുടെ വാപ്പ ഉമ്മയൊക്കെ മരിച്ചു പോയവരാണെങ്കിൽ അവരുടെ ഖബറിന്റെ ചാരെ പോയി ആഴ്ചയിൽ 7 ദിവസം സിയാറത്ത് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ആഴ്ചയിൽ 7 ദിവസം സിയാറത്ത് ചെയ്യാൻ പറ്റണം. നമ്മുടെ മാണിക്കോത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന വാപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ ചാരെ പോയി സിയാറത്ത് ചെയ്യാൻ കഴിയുന്നവരെല്ലാ ദിവസവും സിയാറത്ത് ചെയ്യാൻ കഴിയണം. അല്ലേ, ഞാന് മസ്ജിദുൽ ഇജാബ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, ആലപ്പുഴ ജില്ലയില് മസ്ജിദുൽ ഇജാബ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അവിടെ എന്റെ വാപ്പയുടെ ജ്യേഷ്ഠന്റെ ഖബറുണ്ട്. ഒരു ദിവസം ഞാനിവിടെ വാപ്പയുടെ ജ്യേഷ്ഠന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയപ്പോൾ ഒരാൾ വന്നിട്ട് എന്നെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ വാപ്പ മരിച്ചുപോയി, എന്റെ ഖബറിന്റെ ചാര വന്നിട്ട് ദുആ ചെയ്യുമോ? എന്റെ വാപ്പ മരിച്ചുപോയി, ഖബറിന്റെ ചാര വന്നിട്ട് ദുആ ചെയ്യുമോ? ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഇവൻ എന്റെ കൈയും പിടിച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് ഇങ്ങനെ കടന്നു പോയിട്ട് 2 മിനിറ്റ് ഇവന്റെ വാപ്പാന്റെ ഖബർ തപ്പുക. 2 മിനിറ്റ് ഇവന്റെ വാപ്പ മറ്റേ ഗൂഗിൾ മാപ്പ് ഒക്കെ എടുത്തിട്ട് വേർ ഈസ് മൈ വാപ്പാസ് ഖബർ ലൊക്കേഷൻ ഒക്കെ എടുത്ത് തപ്പേണ്ട അവസ്ഥ, സ്വന്തം വാപ്പാന്റെ ഖബർ. ഞാൻ ചോദിച്ചിട്ടാ, ചങ്ങാതി, എന്റെ വാപ്പ മരിച്ചിട്ട് എത്ര കൊല്ലമായി? ഉസ്താദേ, 17 കൊല്ലമായി. എന്താ പറഞ്ഞേ? 17 കൊല്ലമായി. ഞാൻ ചോദിച്ചിട്ടാ, ചങ്ങാതി, 17 കൊല്ലമായി നിന്റെ വാപ്പ മരിച്ചിട്ട് അവസാനമായി നിന്റെ വാപ്പയുടെ ഖബറിന്റെ ചാര വന്നത് എപ്പോഴാ? അവസാനമായി നീ നിന്റെ വാപ്പയുടെ ഖബറിന്റെ ചാര വന്നത് എപ്പോഴാ? ഉസ്താദെ, 12 കൊല്ലം മുമ്പ്. എന്താ പറഞ്ഞേ? 12 കൊല്ലം മുമ്പ്. ഞാൻ ചോദിച്ചു, 12 കൊല്ലം മുമ്പ് വന്ന നീ എന്തേ ഇന്ന് നീ നിന്റെ വാപ്പയുടെ ഖബറിന്റെ ചാര വരാൻ കാരണം? ഉസ്താദേ, ഞാൻ ഇന്ന് ഷാർജയിലേക്ക് പോകും. ഞാൻ ഇന്ന് ഷാർജയിലേക്ക് പോകും. അപ്പൊ എല്ലാ പ്രവാസികളും ഗൾഫിലേക്ക് പോകുന്ന അന്നത്തെ ദിവസം ഈ ഖബറിന്റെ ചാര വന്നിട്ട് അൽപാത്തിയെ വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഉസ്താദേ, അതിനു വേണ്ടി വന്നതാണെന്ന് ഒരു നട്ടയില്ലാത്ത ചെറുപ്പക്കാരൻ പറയുമ്പോ, നമ്മുടെ വാപ്പ ഉമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ചാര പോയിട്ട് നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യാൻ കഴിയണം. അല്ലേ, ഈ ഖബറിന്റെ അകത്ത് നമ്മുടെ വാപ്പയും ഉമ്മയും കിടക്കുന്ന രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി വാപ്പയൊന്നും വേണ്ട, നമ്മുടെ മക്കള് കിടക്കുന്ന രംഗം ആലോചിച്ച് നോക്കിയേ. അല്ലേ, ഇപ്പോ ഭാര്യ മരിച്ചവരിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, അത് നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത നഷ്ടമാണ്. അപ്പുറത്തിരിക്കണ ഉമ്മമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത നഷ്ടമാ. കാരണം എന്തേ? ഗൾഫിലും മാണിക്കോത്തും കാസർഗോഡും ആലപ്പുഴയിലും കേരളത്തിന്റെ അകത്തും പുറത്തും പാവപ്പെട്ടവര്, പാവപ്പെട്ട ഭർത്താക്കന്മാര് എത്രയോ നിലകളുള്ള കെട്ടിടത്തിന്റെ മുകളിൽ പോലും ആ സാധുക്കള് ഈ നട്ടുച്ച വെയിലത്ത് പോലും എന്റെ പ്രിയപ്പെട്ടവരെ റമദാൻ മാസത്തിൽ പോലും നോമ്പ് പിടിച്ചിട്ട് പട്ടിണി കിടന്നിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അല്ലെ, ഗൾഫിലൊക്കെ കുബൂസ് കഴിച്ചിട്ട് പാവപ്പെട്ട പ്രവാസികൾ. മാണിക്കോത്ത് എന്ന് പറയുന്നത് ഒരുപാട് പ്രവാസികളുള്ള
നാടാ, ഒരുപാട് പ്രവാസികളുള്ള നാടാ. പ്രവാസികളുടെ ജീവിതം വല്ലാത്ത സങ്കടമാണ്. അവര് എന്റെ പ്രിയപ്പെട്ടവർ 50, 100, 200 കണക്കാന നിലയുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ എന്റെ പ്രിയപ്പെട്ടവരെ പട്ടിണി കിടന്നുകൊണ്ട് ഒരു നേരം പൈസ ലാഭിക്കാൻ വേണ്ടി കുബൂസ് കഴിച്ചിട്ട് ആ പാവപ്പെട്ട സാധുക്കൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വീട്ടിലേക്കാൻ വേണ്ടി കുബൂസ് കഴിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ കെട്ടിടത്തിന്റെ മുകളിൽ ഏതെങ്കിലുമൊക്കെ അറബിയുടെ ചുവട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ അടിമപ്പണി ചെയ്ത് ജീവിക്കുന്ന എത്രയോ സാധുക്കൾ ഉണ്ടെന്നറിയോ അല്ലെ? ആ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാ. ആ ഭർത്താക്കന്മാർ ജോലി ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ജീവിക്കാനാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും പട്ടിണി കിടക്കാൻ പാടില്ല. ഓരോ ഭർത്താവും ജോലി ചെയ്യുമ്പോ, വണ്ടി ഓടിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ തെങ്ങിൽ കയറുമ്പോ, മീൻ വിൽക്കുമ്പോ അവരുടെ ഉള്ളിലൊക്കെ വരുന്നൊരു തോന്നലുണ്ട്, അല്ലാഹുവേ പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും ഒരിക്കലും അല്ലാഹ് പട്ടിണി കിടക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറയാ, നമ്മളെ പോറ്റി വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കള് ഈ ഖബറിൽ കിടക്കുമ്പോ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഒരു നന്മ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയണം അല്ലെ? ഖബറിന്റെ അകം എന്റെ പ്രിയപ്പെട്ടവർ ഫാൻ ഇല്ല, ഖബറിന്റെ അകം AC ഇല്ല. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരോ മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറിൽ AC ഇല്ല, ഖബറിൽ ഫാനില്ല. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നീ നെട്ടേണ്ടതാ. ഖബറെന്ന് കേട്ടാൽ നീ നെട്ടണം. കണ്ടാൽ ഉടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ആ ഖബർ കണ്ടാൽ നീ വാ വിട്ട് കരയണമെന്ന് ബഹുമാനപ്പെടുത്ത ഉസ്താദ് പറയാ. മെടയ്ക്കു പകരോ മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാനാ. മേട, അതിന്റെ അകത്ത് കട്ടിലില്ല, അതിന്റെ അകത്ത് എന്റെ പ്രിയപ്പെട്ടവർ ഡ്യൂറോഫ്ലെക്സ് ഇല്ല. ആ ഖബറിന്റെ അകത്ത് എന്റെ പ്രിയപ്പെട്ടവർ കുടുസ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുബ്ഹാനാ. റബ്ബേ, ഞങ്ങൾ എവിടെ പോയി ഒളിച്ചിരുന്നാലും, ഞങ്ങൾ ഏത് മാണിക്കോത്ത് പള്ളിക്കകത്ത് പോയിരുന്നാലും, ഞങ്ങൾ മാണിക്കോത്തും മക്കാമിന്റെ ചാരത്ത് പോയി ദുആ ചെയ്താലും, ഏത് വെന്റിലേറ്ററിന്റെ അകത്തിരുന്നാലും, ഏത് പോലീസ് സ്റ്റേഷനിൽ പോയി അഭയം നേടിയാലും, മാണിക്കോത്തെ ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് ഒളിച്ചിരുന്നാലും, അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയാലും, വിമാനത്തിന് പോയാലും, എടോ നിന്റെ ചാരത്തേക്ക് വരുന്ന ഒരേ ഒരാളുണ്ട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. നിന്റെ ചാരത്ത് വരുന്ന ഒരേ ഒരാൾ അത് അസ്റായിലാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണം വരും ഉറപ്പാ, മരണം വരും ഉറപ്പാ. ഞാനും നിങ്ങളും മരിച്ചു കഴിഞ്ഞാൽ അല്ലെ, നമ്മുടെ വാപ്പ ഉമ്മയൊക്കെ പോട്ടെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്നത്തെ രാത്രി എങ്ങാനും ഞാനും നിങ്ങളും മരിച്ചാൽ, ഇന്നത്തെ രാത്രി എങ്ങാനും ഞാനും നിങ്ങളും വിട പറഞ്ഞാൽ നമ്മുടെ ഖബറിന്റെ അകത്ത് എന്തുണ്ടാകുക? നമ്മൾ ഖബറിന്റെ അകത്ത് നമ്മളെ എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഇറക്കി വെക്കും, നമ്മളെ ഇറക്കി വെക്കും, മൂട് പലക വെക്കും, മണ്ണിങ്ങനെ മാറിയിടും. നമ്മുടെ കുടുംബാദികളും കൂട്ടുകാരും എല്ലാവരും സങ്കടപ്പെടുമ്പോ ഒരേ ഒരാൾ എന്റെ പ്രിയപ്പെട്ടവർ സന്തോഷിക്കാൻ ഖബർ വെട്ടി സന്തോഷിക്കും. കാരണം എന്താ, ഇപ്പൊ ഇവിടെ കൊണ്ടോന്ന് അറിയില്ല. ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ പരിപാലകർ പറഞ്ഞു, ഉസ്താദെ ഖബർ വെട്ടുന്ന ചെറുപ്പക്കാരാണ് പറഞ്ഞത് അല്ലെ, ചെറുപ്പക്കാരാണ് ഖബർ വെട്ടുന്നത്. ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെയല്ല. ഞങ്ങളുടെ നാട്ടിൽ ഖബർ വെട്ടാൻ 3500, 4500 ഒക്കെ ശമ്പളം കൊടുക്കണം. ഞാൻ ആലപ്പുഴ ജില്ലയിൽ പഠിക്കണ സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്യണം. ആരാ പറയണേ? ആ പള്ളിയിൽ ഖബർ വെട്ടണ ചങ്ങാതി തന്നെ എന്നോട് പറയും, ഉസ്താദ് ദുആ ചെയ്യണം. എന്തിനാ ഉസ്താദിനെ ഹാഫ് സെഞ്ചുറി അടിച്ചു ഉസ്താദെ. എന്താ ഹാഫ് സെഞ്ചുറി? എന്താ ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല? അതൊന്നുമല്ല ഉസ്താദെ. റമളാനില് നമ്മുടെ നാട്ടിൽ വല്ലാത്തൊരു മഴ പെയ്തല്ലോ. അപ്പൊ അപ്പുറത്തുള്ള പള്ളിയിൽ ഖബറടക്കാൻ പറ്റിയില്ല ഉസ്താദെ. കാരണം അവിടെ പെട്ടെന്ന് വെള്ളം പൊങ്ങാറുണ്ട്. അവിടുത്തെ മയ്യത്തും കൂടി ഇവിടത്തേക്കാ കൊണ്ടുവന്നേ. ഞാൻ 50 ഖബർ ഈ റമളാനിൽ വെട്ടി ഉസ്താദെ. സെഞ്ചുറി അടിക്കാൻ ദുആ ചെയ്യണം. എന്താ പറയണേ? സെഞ്ചുറി അടിക്കാൻ ദുആ ചെയ്യണം. ഓന് വിഷമമില്ല, ഓന് സങ്കടമില്ല. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നത്തെ രാത്രി നമ്മൾ മരിച്ചാൽ നമ്മുടെ ജനാസ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഒരു കഫം പുടവയിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന രംഗമുണ്ട്.
ആശിഖ് ദാരിമി ഇന്നത്തെ രാത്രി എങ്ങാനും മരിച്ചാൽ എന്റെ ജനാസ എന്റെ വീട്ടിലേക്ക് എന്റെ വാപ്പയുടെ ഉമ്മയുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന രംഗം ഞാനൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ജനാസ കൊണ്ട് വെക്കുന്നു, നമ്മളെ കുളിപ്പിക്കുന്നു, നമ്മുടെ ഉമ്മ വന്ന് തേങ്ങിക്കരയുന്നു, നമ്മുടെ ഭാര്യ വന്ന് തേങ്ങിക്കരയുന്നു, നമ്മുടെ ചെറിയ 2, 3, 5 വയസ്സുള്ള മക്കള് വന്നിട്ട് വാപ്പയെ കൊണ്ടുപോകല്ലേ, വാപ്പയെ കൊണ്ടുപോകല്ലേ, ജീവിച്ചു കൊതി തീർന്നില്ല, എന്റെ വാപ്പിച്ച് എന്നെ കൊഞ്ചിച്ച് കൊതി തീർന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ കരയും. അങ്ങനെ അവസാനം നമ്മുടെ ജനാസ എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പൊക്കുമ്പോ ഒരു സഹോദരി മുടിയെല്ലാം ഇങ്ങനെ വലിച്ചിഴച്ചുകൊണ്ട് ഇങ്ങനെ കരയും, സ്വന്തം ഭാര്യ കരയും. അവസാനമായി എന്റെ ഭർത്താവിന് ഞാനൊരു മുത്തം കൊടുത്തോട്ടെ, അവസാനമായി എന്റെ പ്രിയപ്പെട്ട പ്രിയതമന് ഞാനൊരു മുത്തം കൊടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജനാസയിലേക്ക് മുത്തം കൊടുത്തിട്ട് നമ്മളെ സലാം പറഞ്ഞിട്ട് നമ്മുടെ ഭാര്യ ആ വീടിന്റെ അകത്ത് കിടന്നുകൊണ്ട് കരഞ്ഞ് നിലവിളിക്കുമ്പോ ഒരാള് നമ്മളെ വിട്ടുകൊടുക്കൂല. നമ്മളെ കൊണ്ട് പള്ളിയിൽ വെക്കും, നമ്മളെ കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് ഇറക്കി വെക്കും, മൂടുപലക വെക്കും, മണ്ണിങ്ങനെ വാരിയിടും. എല്ലാവരും അതാ പിരിഞ്ഞു പോകുമ്പോ സുബ്ഹാനല്ലാഹ് ഞാനും നിങ്ങളുമുണ്ടല്ലോ പടച്ചവനെ കരയുകയാ, പടച്ചവനെ സങ്കടപ്പെടുകയാ, പടച്ചവനെ നൊമ്പരപ്പെടുകയാ. ഞാനും നിങ്ങളുമുണ്ടല്ലോ വേദനിക്കുകയാ. ഖബറെന്ന് പറയുന്നത് പാമ്പുള്ള ഖബറാണല്ലോ, തേലുള്ള ഖബറാണല്ലോ, ഇരുട്ടുള്ള ഖബറാണല്ലോ, പുഴുക്കളുള്ള ഖബറാണല്ലോ, ഞെരുക്കമുള്ള ഖബറാണല്ലോ. നാദാ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, വാപ്പ മരിച്ചവരെ അവർക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തോ. ദുആ ചെയ്താൽ മാത്രം പോരാ, എന്തെങ്കിലും ഒരു നന്മകള് അവർക്ക് വേണ്ടി എന്റെ പ്രിയമുള്ളവരെ ചെയ്യാൻ കഴിയേണ്ടതാ, ചെയ്യാൻ കഴിയേണ്ടതാ. എറണാകുളം ജില്ലയില് ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് ചിറ്റാറ്റുകര എന്ന് പറയുന്ന പള്ളിയില് ഈ വിനീതനന്റെ പ്രിയമുള്ളവരെ ദാരിമിയായി പഠിച്ചു കഴിഞ്ഞപ്പോ ആദ്യമായി സേവനം ചെയ്ത പള്ളിയാ, എനിക്കൊരുപാട് നിഅമത്ത് ലഭിച്ച പള്ളിയാ. അല്ലാഹുവേ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഖൈറിലാക്കണേ അല്ലാ. എന്റെ ജീവിതത്തിൽ അല്ലാഹു തന്ന നന്മകൾ മുഴുവനും, എന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ ഇസ്സത്ത് മുഴുവനും അതാ പള്ളിയിൽ സേവനം ചെയ്തത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ എറണാകുളം ജില്ലയില് പറവൂരം എന്ന് പറയുന്ന സ്ഥലത്ത് ചിറ്റാറ്റുകര എന്ന് പറയുന്ന പള്ളിയില് ഈ വിനീതൻ എന്റെ പ്രിയമുള്ളവരെ സേവനം ചെയ്യുമ്പോ ഒരു ദിവസമുണ്ടല്ലോ ഒരാള് വന്നുകൊണ്ട് പറഞ്ഞതാ, ഉസ്താദേ ആലുവ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പൊന്നുമോൻ മദ്രസയിലേക്ക് പോയതാ. രാവിലെയുണ്ടല്ലോ മദ്രസയിലേക്ക് പോയതാണ് ഉസ്താദേ. മദ്രസയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ആ പൊന്നുമോനുണ്ടല്ലോ ഒരു വാഹനവുമായി അപകടപ്പെട്ടു ഉസ്താദ്. ഇന്നാ ഹിറാഷ് എന്ന് പറയുന്ന പൊന്നുമോനാ. ആ പൊന്നുമോനുണ്ടല്ലോ മരിച്ചുപോയി ഉസ്താദ്. പൊന്നുമോന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവരികയാ. പാതിരാത്രിയില് പൊന്നുമോന്റെ വീട്ടിലേക്ക് ഞാനൊന്ന് ദുആ ചെയ്യാൻ കടന്നു ചെന്നപ്പോ ഹിറാഷിന്റെ പ്രിയപ്പെട്ട വാപ്പ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാ, ഉസ്താദേ രാവിലെ മദ്രസയിലേക്ക് പോയ പൊന്നുമോനാ, രാവിലെ ഖുർആനായിട്ട് കിതാബുകളായിട്ട് മദ്രസയിലേക്ക് പോയ പൊന്നുമോനാ. ഉസ്താദേ അവൻ തിരിച്ചു വന്നത് ജനാസയായിട്ടാ, അവൻ കഫം പുടവയിലാ. പോയത് സൈക്കിളിലാണെങ്കിൽ തിരിച്ചെന്റെ വീട്ടിലേക്ക് വന്നത് ആംബുലൻസിലാ, സന്തൂക്കിലാ. എന്നാ സാധുവിന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ അല്ലാഹുവേ നല്ല മരണം നൽകണേ അല്ലാ. റജബ് മാസത്തില് മരിക്കാനുള്ള സൗഭാഗ്യങ്ങള് തരണേ അല്ലാ. എന്തെങ്കിലും ഒരു നന്മ ചെയ്തോ, എന്തെങ്കിലും ഒരു സദഖ കൊടുത്തോ, എന്തെങ്കിലും ഒരു പാപങ്ങളെ സഹായിച്ചോ. ഈ മാണിക്കോത്ത് ഉറൂസ് നടക്കുമ്പോ ഇതിലേക്ക് 1 രൂപയെങ്കിലും എന്റെ പ്രിയമുള്ളവരെ കൊടുക്കാൻ കഴിഞ്ഞോ, കൊടുക്കാൻ കഴിഞ്ഞോ. സദഖ
സദഖ കൊടുക്കുന്നവരെ, ദാനധർമ്മം ചെയ്യുന്നവരെ വെറുതെയാകൂല. ഈ മനോഹരമാകുന്ന ഉറൂസിന്റെ കമ്മറ്റിക്കാർ ബക്കറ്റുമായി കടന്നു വന്നപ്പോ എന്റെ പ്രിയമുള്ളവരെ അൽഹംദുലില്ലാഹ് സദഖ കൊടുത്തവരെ എഴുതി വെച്ചോ, വല്ലാത്ത പ്രതിഫലമാ. ഒരിക്കലതാ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് ഒരു യാചകനതാ കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, വിശക്കുന്നു നബിയേ, സങ്കടമാണ് നബിയേ, ദാരിദ്ര്യമാണ് നബിയേ, ഭക്ഷണം തരുമോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങള് ആയിഷാ ബീവിയുടെ മുഖത്തേക്ക് അതാ നോക്കുകയാ. ആയിഷാ ബീവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആയിഷാ ബീവിയുണ്ടല്ലോ കരയുകയാ, സങ്കടപ്പെടുകയോ. അല്ലാഹുവിന്റെ റസൂലിനോട് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, കഴിക്കാൻ ഭക്ഷണമില്ലോ, കുടിക്കാൻ വെള്ളമില്ലോ, ദാരിദ്ര്യമോ പട്ടിണിയോ. ആദരവാകുന്ന പ്രവാചകനതാ കൈവിടുന്നില്ലോ. അല്ലാഹുവിന്റെ റസൂൽ യാചകനോട് പറയുകയാ, ദൂരെ കാണുന്ന വീടുണ്ടല്ലോ, അത് ഫാത്തിമയുടെ വീടോ, അവിടെ ചെന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാത്തിമയുണ്ടല്ലോ ഭക്ഷണം തരുന്നതോ. ഫാത്തിമയുടെ വീട്ടിലേക്കതാ കടന്നു ചെല്ലുകയോ, ഫാത്തിമയോട് ഭക്ഷണം ചോദിക്കുകയോ, ഫാത്തിമ അടുക്കളയിലേക്ക് കടന്നു ചെല്ലുകയോ, പാത്രങ്ങൾ പരതുകയോ. കഴിക്കാൻ ഭക്ഷണമില്ലോ, ദാരിദ്ര്യമോ, വെള്ളമില്ലോ, പഴങ്ങളില്ലോ. ഫാത്തിമയതാ സങ്കടപ്പെടുകയാ. ഹസനും ഹുസൈനും ഉണ്ടല്ലോ, പുതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ, വീടിന്റെ പുറത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ കൊണ്ടുവരികയാ. യാചകന്റെ കൈകളിലേക്ക് കൊടുക്കുകയാ. യാചകനതാ പറയുകയാ, പുതപ്പ് വേണ്ടോ ഫാത്തിമ? ആഹാരം തരുമോ ഫാത്തിമ? ഫാത്തിമയതാ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയോ, പടച്ചവരെ സുജൂദിന് കിടന്നുകൊണ്ട് കരയുകയോ. എന്നിട്ടതോ ഫാത്തിമ എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യുകയോ. അല്ലാ, ഈ ഫാത്തിമയാണ് ദുആ ചെയ്യുന്നത്. റസൂലുള്ളാഹിയുടെ പൊന്നുമോളാണ്. റസൂലുള്ള പറഞ്ഞു വിട്ടിട്ട് ഒരു യാചകനുണ്ടല്ലോ എന്റെ വീടിന്റെ മുമ്പിലേക്ക് വിശന്നുകൊണ്ട് കൈ നീട്ടി, അല്ലാ ഭക്ഷണം തരണേ അല്ലാ. യാചകന് വേണ്ടി റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ദുആ ചെയ്യുമ്പോ ഫാത്തിമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ കടന്നു വരികയാ. പടച്ചവരെ, ഫാത്തിമയതാ കരയുമ്പോ ഒരു അശരീരിയതാ കടന്നു വരികയാ. ഒരു അശരീരി കടന്നു വന്നിട്ട് യാചകന് വേണ്ടി ദുആ ചെയ്യുന്നു. ഫാത്തിമയോട് പറയുകയാ, കരയല്ലേ, നൊമ്പരപ്പെടല്ലേ, സങ്കടപ്പെടല്ലേ, ദുഃഖിക്കല്ലേ, വിഷമിക്കല്ലേ, പ്രയാസപ്പെടല്ലേ. ഫാത്തിമ എണ്ണീക്കടേ, കണ്ണു തുടക്കടേ. ആദരവാകുന്ന പ്രവാചകന്റെ പൊന്നുമോളോട് പറയുകയാ, വസ്ത്രങ്ങളെല്ലാം ശേഖരിച്ചിരിക്കുന്നു, അലമാരയുടെ ചാരത്തൊന്ന് ചെല്ലണേ, അവിടെ ചെന്നൊന്ന് പരതി നോക്കണേ, ഒരു സമ്മാനമുണ്ടല്ലോ ലഭിക്കാനുണ്ടേ. പടച്ചവരെ, യാചകന് വേണ്ടി ദുആ ചെയ്യുന്ന ഫാത്തിമയുണ്ടല്ലോ കണ്ണു തുടക്കുകയാ, എണ്ണീക്കുകയാ, അലമാരയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. വസ്ത്രങ്ങൾ ഇങ്ങനെ മാറ്റി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു സ്തുതിയുണ്ടല്ലോ കൈകളിലേക്ക് ലഭിക്കുകയാ. അതിങ്ങനെ തുറന്നു നോക്കുമ്പോ അതിലിങ്ങനെ ഒരു മാല ഇരിക്കുകയാ, ഒരു മനോഹരമാകുന്ന മുത്തിന്റെ മാലയാ. അതിലേക്ക് ചുംബനം കൊടുക്കുകയാ. എന്നിട്ടതോ പടച്ചവനോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, അല്ലാ പരീക്ഷിക്കല്ലേ അല്ലാ. എന്നിട്ടതാ കരയുകയാ. യാചകന്റെ കൈകളിലേക്ക് ഫാത്തിമയുണ്ടല്ലോ ഈ മാലയതാ കൊടുക്കുകയാ. ഇലാ ഹദറത്ത് റസൂലുള്ളാഹ്, റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ യാചകനതാ കടന്നു ചെല്ലുകയാ. അസ്സലാമു അലൈക യാ
റസൂലുള്ളയോട് സലാം പറയുമ്പോ റസൂലുള്ളയുണ്ടല്ലോ സലാം അടക്കുകയോ? റസൂലുള്ള സലാം അടക്കുകയാ. റസൂലുള്ള യാചകനോട് ചോദിക്കുകയോ? ഫാത്തിമ ഭക്ഷണം തന്നോ? പഴങ്ങൾ തന്നോ? ദാരിദ്ര്യം മാറ്റിയോ? യാചകനതാ പറയുകയാ, ഇല്ല നബിയേ, അങ്ങയുടെ പൊന്നുമോളുണ്ടല്ലോ ഒരു തുള്ളി വെള്ളം പോലും തന്നില്ലോ. ഫാത്തിമയുണ്ടല്ലോ അൽഹംദുലില്ലാഹ് എനിക്ക് ഒരു മാല തന്നു നബിയേ. ഈ മാല തന്നപ്പോ കരഞ്ഞു നബിയേ. ആദരവാകുന്ന പ്രവാചകനതാ ചോദിക്കുകയാ, മാലയൊന്ന് കാണിക്കുമോ? എന്റെ കയ്യിലേക്ക് തരുമോ? യാചകനുണ്ടല്ലോ മാലയതാ പോക്കറ്റിൽ നിന്ന് എടുക്കുകയാ, റസൂലുള്ളയുടെ കൈകളിലേക്ക് കൊടുക്കുകയാ. റസൂലുള്ളയുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ അതിലേക്ക് ഇങ്ങനെ ചുംബനമുണ്ടല്ലോ കൊടുക്കുകയാ. കരയുകയാ. ചെറിയ കുട്ടി കരയുന്നത് പോലെ കരയുമ്പോ സഹാബത്തതാ ഓടി വരികയാ. സഹാബത്തതാ ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, എന്തിനാ കരയുന്നത് നബിയേ? എന്തിനാ സങ്കടപ്പെടുന്നത് നബിയേ? ആദരവാകുന്ന പ്രവാചകനാ മാലയിലേക്ക് തുരുതുരാ ചുംബനം കൊടുക്കുകയാ. സഹാബത്തിനോട് പറയുകയാ, ഈ മാലയുണ്ടല്ലോ ആരുടേതെന്നറിയോ? ഇതെന്റെ ഖദീജയുടെ മാലയോ? ആദരവാകുന്ന പ്രവാചകന് സങ്കടങ്ങൾ വരുമ്പോ, വേദനകൾ വരുമ്പോ, നൊമ്പരങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ റസൂലുള്ളയുണ്ടല്ലോ വീട്ടിലേക്ക് കടന്നു വരികയാ. സമ്മിലൂരി യാ ഖദീജ, പുതപ്പൊന്ന് എടുക്കണേ ഖദീജ, തലയിലൊന്ന് മൂടണേ ഖദീജ, വിറക്കുന്നു ഖദീജ, താങ്ങാൻ കഴിയുന്നില്ല ഖദീജ. ഖദീജ ബീവിയുടെ മടികളിലേക്ക് കിടക്കുകയാ. ഖദീജ ബീവിയുടെ മടിയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കിടക്കുമ്പോ ഖദീജ ബീവിയുണ്ടല്ലോ റസൂലുള്ളയുടെ തലയില് വല്ലാതെ തടവുകയാ. ഖദീജ ബീവി തടവുമ്പോ റസൂലുള്ളയ്ക്ക് സ്വാന്തനമാ, ആശ്വാസമാ, പ്രതീക്ഷയാ, ആനന്ദമാ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ പറയുകയാ, ഈ മാലയുണ്ടല്ലോ ആരുടേതെന്നറിയോ? എന്റെ ഭാര്യയാകുന്ന ഖദീജയുടെ മാലയാ. ഭാര്യ മരിച്ചവരെ, ഭാര്യ വിട പറഞ്ഞവരെ, ഭാര്യ വേർപിരിഞ്ഞവരെ, കുടുംബ ജീവിതം നശിച്ചവരെ, അത് വല്ലാത്ത സങ്കടമാ. കൈയുള്ളപ്പോൾ വിലയറിയൂല, കാലുള്ളപ്പോൾ വിലയറിയൂല, ചെവിയുള്ളപ്പോൾ വിലയറിയൂല, ഭാര്യയുള്ളപ്പോൾ വിലയറിയൂല. ഭാര്യ മരിച്ചുപോയാൽ നഷ്ടമാ. വടകരയിലുള്ള ഒരു സാധുവായ സഹോദരൻ എന്നോട് പറഞ്ഞതാ, ഉസ്താദേ ഞാൻ കല്യാണം കഴിച്ചിട്ട് 5 കൊല്ലമായി ഉസ്താദ്. 3 വയസ്സുള്ളൊരു പൊന്നുമോളുണ്ട് ഉസ്താദേ. എന്റെ ഭാര്യയുണ്ടല്ലോ ഒരു ദിവസമുണ്ടല്ലോ ചുമച്ചു ഉസ്താദ്. ഭാര്യയുടെ വായിൽ നിന്ന് ചോര വന്നു ഉസ്താദേ. വടകരയിലുള്ള ആശുപത്രിയിൽ ചെല്ലുമ്പോ എന്റെ ഭാര്യക്കുണ്ടല്ലോ ക്യാൻസറാണ് ഉസ്താദ്. RCCയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. ഭാര്യ കഴകുള്ള മുടിയോ, സൗന്ദര്യമുള്ള മുടിയോ, കറുകറുത്ത മനോഹരമായ മുടിയാ. എന്റെ ഭാര്യയുണ്ടല്ലോ കീമോ ചെയ്തപ്പോ അവരുടെ മുടികളുണ്ടല്ലോ നശിച്ചു ഉസ്താദ്, കൊഴിഞ്ഞു ഉസ്താദ്. എന്റെ ഭാര്യയും ഞാനും ഉണ്ടല്ലോ 7 കൊല്ലം ജീവിച്ചു ഉസ്താദേ. ഒരു ദിവസം മഗ്‌രിബ് കഴിയുമ്പോ എന്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊരു വേദന വരികയാ. വടകരയിലുള്ള ആശുപത്രിയിൽ കൊണ്ടു ചെല്ലുകയാ. ഡോക്ടർമാര് വിധി എഴുതി രക്ഷയില്ല. അവസാനം എന്റെ പൊന്നുമോൾക്ക് മൊത്തം കൊടുക്കുകയാ. എന്റെ ഭാര്യയുണ്ടല്ലോ എന്റെ മടിയിൽ ഇങ്ങനെ തലവെക്കുകയാ. എന്നിട്ട് എന്നോട് പറയുകയാ, ഭർത്താവാകുന്ന എന്നോട് പറയുകയാ, ഇക്കാ എന്റെ പൊന്നുമോളെ നോക്കടേ ഇക്കാ, എനിക്ക് ജീവിച്ചു കൊതി തീർന്നില്ലിക്കോ, മരിക്കാൻ പേടിയാണിക്കോ, എനിക്ക് നിങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണമിക്കാ. എന്നാ സാധുവായ സഹോദരി പറഞ്ഞിട്ട്, അല്ലാഹുവേ ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ തലയിലുണ്ടല്ലോ മടിയിലുണ്ടല്ലോ
തല വെച്ചുകൊണ്ട് മരിക്കുകയാ. ആ സഹോദരൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാ, ഉസ്താദേ സഹിക്കുന്നില്ലോ, നഷ്ടമോ വേദനയാ. റസൂലുള്ള പറയുകയാ, ഈ മാലയുണ്ടല്ലോ എന്റെ ഭാര്യ ഖദീജയുടെ മാലയാ. ഖദീജ ബീവി അതാ മരണപ്പെടാൻ പോയപ്പോ ഫാത്തിമ എന്റെ പ്രിയമുള്ളവരെ വിളിക്കുകയാ. ഫാത്തിമയോട് പറയുകയാ, ഫാത്തിമ അല്ലാഹു ഒരുപാട് സമ്പത്ത് തന്നല്ലോ, അല്ലാഹു ഒരുപാട് ആരോഗ്യം തന്നല്ലോ, അല്ലാഹു ഒരുപാട് സ്വത്തുക്കൾ എനിക്ക് തന്നല്ലോ. എന്റെ കയ്യില് നിനക്ക് തരാന് വേറെ ഒന്നുമില്ല, എനിക്ക് നിനക്ക് തരാന് വേറെ ഒന്നുമില്ല. എല്ലാം ദീനിനു വേണ്ടി കൊടുത്തു ഫാത്തിമ. എന്റെ കയ്യില് എനിക്ക് അവസാനമായി തരാനുള്ളത് ഈ മാല മാത്രമാ. ഖദീജ ബീവി കഴുത്തിൽ കിടന്ന മാലയതാ ഊരുകയാ. ഫാത്തിമ ബീവിക്ക് എന്റെ പ്രിയമുള്ളവരെ കൊടുക്കുകയാ. ആ മാലയുണ്ടല്ലോ ഒരു യാചകനതാ ഊരിക്കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഊരിക്കൊടുത്തതല്ല പറയുന്നത്, ഊരിക്കൊടുത്തതല്ല പറയുന്നത്. ഇല്ലാത്ത സമയത്ത് കൊടുക്കുന്ന സ്വതക്കയുണ്ടല്ലോ അത് വല്ലാത്ത ബറക്കത്താ. ആദരമാകുന്ന പ്രവാചകൻ ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹസനും ഹുസൈനും അതാ കരയുകയാ, വിശന്നുകൊണ്ട് കരയുകയാ. റസൂലുള്ളാഹി അതാ ഫാത്തിമയെ വിളിക്കുകയാ, ഫാത്തിമയോട് ചൂടാകുകയാ. ഫാത്തിമ ബീവിയോട് റസൂലുള്ളാഹി ദേഷ്യപ്പെടുകയാ. ഫാത്തിമ ബീവിയോട് റസൂലുള്ളാഹി എന്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാ, ഫാത്തിമ ഹസനും ഹുസൈനും ഉണ്ടല്ലോ മുലപ്പാല് കൊടുക്കാത്തതെന്തേ ഫാത്തിമ? ഫാത്തിമ ബീവി എന്റെ പ്രിയമുള്ളവരെ കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയോട് പറയുകയാ, വാപ്പാ അങ്ങയുടെ പൊന്നുമോളാകുന്ന ഞാനുണ്ടല്ലോ ഭക്ഷണം കഴിച്ചിട്ട് മഴന്ന് കഴിച്ചിട്ട് ദിവസങ്ങളായി വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളാകുന്ന ഹസനും ഹുസൈനും ഉണ്ടല്ലോ എന്റെ മാറിൽ വന്ന് മുലപ്പാല് കുടിക്കാൻ നോക്കുമ്പോ എന്റെ മാറിൽ നിന്ന് മുലപ്പാല് വരുന്നില്ല വാപ്പാ, ചോരയാണ് വരുന്നത് വാപ്പാ. ആ സമയത്ത് പോലും ഊരിക്കൊടുക്കാത്ത മാലയുണ്ടല്ലോ ഒരു പാവപ്പെട്ട യാചകന് വേണ്ടി ഊരിക്കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ സദഖ കൊടുത്തോ, ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി സദഖ കൊടുത്തോ, മരിച്ചുപോയവർക്ക് വേണ്ടി സദഖ കൊടുത്തോ, അവർക്ക് വേണ്ടി ഹദിയ കൊടുത്തു. എന്നാൽ അവരുടെ ഖബറിൽ അല്ലാഹു സന്തോഷം നൽകുന്നതാ, ആനന്ദം നൽകുന്നതാ, മനോഹരമാകുന്ന ഉറൂസ. മാണിക്കോത്ത് മക്കാമില് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഈ ഉറൂസ് നടത്തുന്നത് ഈ മഹാന്റെ ഗുരുത്വവും